Good morning. Ay, Momo. എവിടെ ചോറ് എവിടെ? റൂഫി, മോമോ, ഗുഡ് മോർണിംഗ്. പോവാ, പുറത്ത് പോവാ. ബാ. ഈശില്ലാണ്ട് വിടാനായിട്ടില്ല. ഓടും. ചാബിയും പ്രശാന്തും ഉള്ളപ്പോ വിടാ. 4 ആളുണ്ടല്ലോ ഓടാന്. ഇപ്പൊ രാവിലെ ഓടാൻ പയ്യ. ബാ മോമോ, ബാ. Zoro, പോ. അങ്ങനെ മൊമോസിനെ അഴിച്ചുവിട്ടു. നോക്കാം, ഇങ്ങനെയല്ലേ ട്രെയിൻ ചെയ്യാ. നടക്കോ നോക്കാം. ഇപ്പം അധികം വണ്ടികളില്ലാത്ത സമയമല്ലേ രാവിലെ, അതുകൊണ്ട് അഴിച്ചു വിട്ടിട്ടുണ്ട്. അപ്പുറത്തേക്കും ഇപ്പുറത്തും പറമ്പിൽ ഓടാതിരുന്നാൽ മാത്രം മതി. ശരിക്കും ഈ റോട്ടിൽ മാത്രം നടക്കുകയാണെങ്കിൽ നോ സീൻസ്. പിന്നെ സുഖി ഓടിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട്. അയ്യോ അല്ലേ സോറോ മൊമ്മ ഓടിയാ നീ ഓടൂല്ലേ കൂടെ പിടിക്കാന്? എന്താ ബ്രേക്ക്ഫാസ്റ്റ്? ഇന്ന് കിച്ചണിലുള്ളതൊക്കെ പെരുക്കിയിട്ട് തൈര് ഒഴിച്ചിട്ടുണ്ട്. കേടാവാറായ എല്ലാ ഫ്രൂട്ട്സും കൂടെ പെറുക്കിയിട്ടിട്ട് തൈരൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുത്ത്. അതെ, ഇത് ഓവർനൈറ്റ് ഓട്സ് ആണ് ഗൈസ്. ഓട്സ് ഉണ്ട്, അത് മിക്സ് ആക്കിക്കോ. ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു, അവൻ തുടങ്ങാൻ പോണു. കാരണം നീ ചായയും ബിസ്ക്കറ്റും ഒക്കെ കഴിച്ചതല്ലേ, അപ്പൊ നിനക്ക് ഡോഗ് ഫുഡ്. ഇതില് ആപ്പിൾ ഉണ്ട്, മാംഗോ ഉണ്ട്, പോമഗ്രനേറ്റ് ഉണ്ട്, ചിയ സീഡ്സ് ഉണ്ട്, ഓട്സ് ഉണ്ട്. കാണിച്ചു കൊടുക്കുകയാണ്. ഇന്ന് സുഗിന്റെ വകയാണ് നമ്മുടെ ലഞ്ചിന്റെ സ്പെഷ്യൽ ഐറ്റം. ഇന്നലത്തെ മോരുകറി ഉണ്ട്, ചോറുണ്ട്, പിന്നെ ഇതാ പള്ളിപ്പാളയം ചിക്കൻ ഉണ്ടാക്കാൻ ചെറുള്ളി ഫുള്ള് ഇതാ സുഗി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാ റെഡ് ചില്ലി. സുഖി എനിക്ക് ഇതിന്റെ കുരു വേണം കേട്ടോ, മുളകിന്റെ ചെടി ഉണ്ടാക്കാൻ. എവിടെ എന്റെ മക്കളൊക്കെ? എന്താ മൊമോഷി ആൻഡ് ജോറോഷി, ഡാഡി ആൻഡ് ഡോട്ടർ. മമ്മി എവിടെ? അതാ മമ്മി വന്നല്ലോ. റൂഫി മമ്മി. If we tried it, we can make it, but don't we ever. ശരി, ഞാൻ അങ്ങനെ പാരലലി കുറച്ച് വെണ്ടക്കുപ്പേരിയും കൂടെ വേഗം ഉണ്ടാക്കട്ടെ. ഓക്കെ, ഇപ്പൊ നിങ്ങക്ക് എന്തെങ്കിലും കേൾക്കാണ്ടോന്ന് അറിയില്ല, കാരണം ഫുൾ സ്പീഡിൽ നമ്മൾ ചിമ്മിട്ടുണ്ട് എക്സോസ്റ്റ്. അപ്പൊ വെണ്ടക്കുപ്പേരി ഇവിടെ ആക്കി വരുന്നുണ്ട്. എനിക്ക് കുറച്ച് മൊരിഞ്ഞിട്ടാണ് ഇഷ്ടം വെണ്ടക്ക. ഇവിടെ സുഗീന്റെ പള്ളിപ്പാളയം ചിക്കൻ ഇവിടെ റെഡി ആയിട്ട് വരുന്നു. ഫൈനൽ ലുക്ക് കാണിച്ചു തരാട്ടാ. ഇപ്പൊ ഇങ്ങനെ ഉണ്ട്. ഇനി ഇത് നമ്മളിപ്പോഴേ കഴിക്കൂല, സോറോനെ റൂഫിനൊക്കെ കുളിപ്പിക്കാൻ പോകും. അത് കഴിഞ്ഞിട്ട് കഴിക്കുള്ളൂ. അപ്പോഴത്തേനും അത് കറക്റ്റ് അതിലൊക്കെ എല്ലാം പിടിച്ചിട്ട് അടിപൊളിയായിട്ടുണ്ടാവും. അപ്പൊ ഇനി നമുക്കത് കാണാം. ഓക്കെ, കുളിക്കാൻ പോവാ. നിന്റെ മമ്മീന്റെ അടുത്തിരുന്ന് ഒളിയാ.
ഓക്കെ ഹാപ്പി ബാത്തിങ്. ഓക്കെ കുളിച്ചു വന്ന റൂഫിയും സോറയും. റൂഫിന്റെ പാൻറ്റീസ് അലക്കിയിട്ട് വാഷ് ചെയ്യാനിട്ട്. അപ്പൊ ഇന്ന് മൊമോന്റെ ഡയപ്പറാണ്. ഇന്ന് മൊമോന് പീരിയഡ്സ് ആയി ഇടാൻ പറഞ്ഞിട്ടുള്ള ഡയപ്പർ. അപ്പൊ ആദ്യത്തെ മൊമോ നിന്റെ ഒരു ഡയപ്പർ നിന്റെ മമ്മിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വൺ ഓഫ് യുവർ ഡയപ്പർ വി ഹാവ് യൂസ്ഡ് ഫോർ യുവർ മമ്മി അല്ലേ റൂഫി? സോ ഇതാണ് നമ്മുടെ ലഞ്ച്. ഇപ്പോൾ സമയം 4:30. 4:30. ഇപ്പോഴാണ് സോറൻ്റെ റൂഫിൻ്റെ ഒക്കെ കുളി കഴിഞ്ഞ് അവരുടെ ഡ്രൈയിങ് എൻ്റെ പരിപാടിയായിരുന്നു. കുളിപ്പിക്കൽ സുഖി അങ്ങനെ കുളിച്ചിട്ട് വന്നു. എനിക്കിനി കുളിക്കണം. നമുക്ക് ഇതിൻ്റെ കൂടെ ഓരോ പപ്പടമുണ്ട്. സോ മമ്മോ ഞങ്ങൾ ലഞ്ച് കഴിക്കട്ടെ കേട്ടാ. അയ്യോ വേഗം കഴിച്ചിട്ട് വരാം, സമയം ലേറ്റായി, കുറേ പണിയുണ്ട് ഇന്ന്. എങ്ങനെയുണ്ട് സുഖി? അടിപൊളി. എരിവ് കുറച്ച് കൂടി. അത് ഇന്ന് പുതിയ മെത്തേഡ് ട്രൈ ചെയ്തല്ലേ. പിന്നെ അത് മാത്രല്ല, നമ്മള് ചന്തപുരത്തെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ഏറ്റവും എരി കൂടിയ മുളകാ ഇത്. അപ്പൊ നീ എല്ലാം മുളക് ഇടേണ്ടതിന്റെ ഒരു 1/4 ഇത് ഇട്ടാ മതി. 70% ഇത് ഇടാവോ? പക്ഷെ നമ്മള് ഇട്ട് ഒരു ബിയറിന്റെ കൂടെ ഇതൊന്നും അടിപൊളിയായിട്ടുണ്ടാവും രാത്രിക്ക്. അയ്യോ, ഞാൻ എന്നിട്ട് ഫുള്ള് തീർക്കാൻ പറ്റാണ്ട് കുറച്ച് ഒരു ബൗളിലിട്ട് വെച്ചിട്ടുണ്ട് രാത്രി എടുക്കാൻ പറഞ്ഞിട്ട്. മൊമോനെ കണ്ട? മൊമോ ഹായ് പറയ്. ഹായ് മമ്മ പറയ്. നിന്റെ ചാബി മമ്മന്റെ അടുത്ത് ഹായ് പറയ്. ഹായ് ചാബി മമ്മ. ഹായ് പ്രശാന്ത് ഡാഡി. ഹായ് ഐ മൊമോ. ഐ മൊമോ. മൊമോ I'm happy മൊമോ പറയ്. I'm happy girl. അവള് ഇവിടെ റൂഫിന്റെ കൂടെ കളിക്കാൻ വേണ്ടിട്ടുള്ളതില്ല. അയ്യോ മൂക്ക് തുടക്കണം. ബൈ. എന്നെ ഇവൻ കളിയാക്കുന്നുണ്ട്. അപ്പൊ ഗൈസ് നമ്മളിപ്പോൾ വാക്കിങ്ങിന് വന്നിട്ടുണ്ട്. നല്ല സൺകിസ്ഡ് ഈവനിങ്. ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, ഒന്നും നടന്നില്ല. ഇന്നലെ നടന്നില്ല, ഇന്നും നടന്നില്ല. സെയിം പ്ലാൻ ഇന്നലെ വിചാരിച്ച് ഇന്നലെ നടന്നില്ല, ഇന്നും നടന്നില്ല. അത് പറയൂല, അത് നടക്കുമ്പോഴേ പറയുള്ളൂ. പക്ഷെ ഇന്ന് സോറോന്റെ റൂഫിന്റെ ഒക്കെ കുളി ദിവസമായതുകൊണ്ട് അങ്ങനെ കുറെ സമയം പോയി. സോ ഇനി ചായ കുടിക്കാൻ പോകണമെന്നുണ്ട്. അയ്യോ, ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാ. ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ അടുത്തുള്ള ഒരു ഫ്ലാറ്റിലത്തെ ഒരു പെണ്ണുണ്ട് കേട്ടോ. ആ പെണ്ണ് ഒരു ദിവസം, ആരാന്നൊന്നും പറയില്ല, ആ പെണ്ണ് ഒരു ദിവസം ഞങ്ങളിങ്ങനെ പുറത്തുനിന്ന് കണ്ടപ്പോൾ ചോദിച്ചു, എവിടുന്ന് വരിക അങ്ങനെ ചോദിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞേ ഞങ്ങൾ ചായ കുടിക്കാൻ പോയതാ പറഞ്ഞു. അപ്പോൾ ചായ കുടിക്കാൻ പോയതാ, അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചായ ഒന്നും ഉണ്ടാക്കാറില്ലേ അങ്ങനെ ചോദിച്ചു. സത്യം പറഞ്ഞല്ലേ, അപ്പോൾ എനിക്ക് നല്ല ചിരി വന്നെന്ന് വെച്ചാൽ ഈ ചായ കുടിക്കാൻ പോവുക ഇറ്റ്സ് ലൈക്ക് എ വികാരം ഫോർ ഓൾ ഓഫ് എസ്. അത് നമ്മൾ വീട്ടിൽ ചായ ഉണ്ടാക്കാത്തതുകൊണ്ടോ ചായ ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ടോ ഒന്നുമല്ല. പക്ഷെ നമുക്ക് ഈ പുറത്ത് പോയിട്ട് ആ ഒരു വൈബിൽ പോയിരുന്ന് ചായ കുടിക്കണത് ഒരു ഫീലാണ്. അതാ പുള്ളിക്കാരിക്ക് അറിയില്ലായിരുന്നു. പുള്ളിക്കാരി വീട്ടിൽ ചായ ഉണ്ടാക്കൂലെന്ന് പെട്ടെന്ന് ചോദിച്ചത്. അപ്പം ഞാൻ വീട്ടിൽ ചായ ഉണ്ടാക്കും, പക്ഷെ ഞങ്ങൾക്ക് ഇന്ന് പുറത്തെ ചായ വേണമായിരുന്നു പറഞ്ഞ്. ഫണ്ണി. ശരി, ഇതാ ഇവിടെ മൊമോ വെയിറ്റിംഗാ, ഞങ്ങൾ വാക്ക് ചെയ്യട്ടെ. ബൈ ബൈ ബൈ.
മഴവില്ല് ഇല്ല, ഇവിടെ ഇപ്പൊ വരും ചിലപ്പോ വൈകുന്നേരം. ആ ഞങ്ങൾ ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ഇങ്ങനെ ചുമ്മാ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് പറഞ്ഞിട്ടൊരു കുട്ടി എക്സിബിഷൻ ഉണ്ടായിരുന്നു. ചുമ്മാ അവിടെ ഒന്ന് കയറി നോക്കിയതാണ്. എല്ലാവരും രണ്ട് ഷോർട്സൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. സോ ഇതായിരുന്നു നമ്മൾ ചായ കുടിക്കാൻ വന്ന ഏരിയ. ഷോപ്പൊന്നും എടുത്തില്ല, അവിടെ ഭയങ്കര ക്രൗഡായിരുന്നു. പിള്ളേരുടെ വണ്ടിയിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. സുഖി പെട്ടെന്ന് ചായ കുടിച്ചിട്ട് പിന്നെ പിള്ളേരുടെ അടുത്തേക്ക് പോയിണ്ടായി. മോമോ ഹായ് മോമോ. സോറോ ഒരാൾ നോസ് സ്പ്രേ എടുത്തിട്ട് ഉറങ്ങിയിട്ടിരിക്കുക. ബാക്കിയുള്ളവർ ഫുഡ് കഴിച്ച് മയക്കത്തിൽ ഉറങ്ങിയിട്ടിരിക്കുക. ഡയപ്പർ ഇട്ട് കൊടുത്തിരിക്കുന്നുണ്ട് ഇവിടെ. അവിടെ ഒന്ന് ഫ്ലാറ്റ്. ഇപ്പം സമയം 1 മണിയായി. അങ്ങനെ സൺഡേ നമ്മൾ എഗെയിൻ ഒരു കോസി സൺഡേ ആയിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. അത് നന്നായിട്ടുണ്ടായിരുന്നു. ഒരു സ്മോൾ ക്യൂട്ട് സൺഡേ. കുറേയൊക്കെ നമ്മൾ എന്താണ് ഈവനിങ്ങിലത്തത് എന്താ ചായ കുടിക്കണമെന്നും അത്ര കാണിച്ചില്ല. കാരണം ഞങ്ങൾ സ്ഥിരം ചായ കുടിക്കുന്ന സ്ഥലത്ത് പോകാൻ പറ്റിയില്ല. വേറൊരു സ്ഥലത്താണ് പോയത്. ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. അവിടെ വീഡിയോ എടുക്കാനൊന്നും തോന്നിയില്ല. പിന്നെ നമുക്കും അത്ര ഇഷ്ടമായൊന്നുമില്ല. പെട്ടെന്ന് കുടിച്ചോടന്ന് പോയി. പിന്നെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ അവിടെ പോയി. അവിടെ കുറേ നേരം ഇരുന്നിട്ട് നല്ല രസമായിരുന്നു. പഴയ സിനിമകളും പാട്ടുകളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടും പിന്നെ സൗത്ത് ആഫ്രിക്ക കാനഡ ഫുട്ബോൾ ഒരു ഫസ്റ്റ് ഹാഫ് കണ്ടു. എന്നിട്ട് നമ്മളിപ്പോൾ ഡിസ്പേഴ്സായി. കാരണം മൺഡേ ആണ് നാളെ. എല്ലാവർക്കും വർക്ക് ഉണ്ട്. ഞങ്ങൾ ഫ്രൈഡേ പോയിട്ട് നടക്കാതെ പോയ ബാങ്കിലെ വർക്ക് ഞങ്ങൾക്ക് നാളെ ചെയ്യണം. സോ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ പെട്ടെന്ന് വന്നു. പിന്നെ ഇവിടെ ഞങ്ങൾ വീട്ടിൽ പോകുമ്പോൾ 3 പേരിനെ ഒന്നിച്ച് ഇവിടെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇടയിൽ റൂഫിയും സോറോയും ചിലപ്പോൾ അടിയിട്ടും. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ സോറോനെ ബെഡ്റൂമിലാക്കിയിട്ട് ലോക്ക് ചെയ്ത്. കാരണം അവൻ അവിടെ കിടന്ന് ഉറങ്ങിക്കോളും. അവനെ കൊണ്ട് സീനൊന്നുമില്ല. റൂഫി മോമോ പിന്നെ സെറ്റാ അവരുടെ ഹാളിലും ആക്കി. മീൻസ് ബാക്കിയെല്ലാം ഓപ്പണാണ്, ബാൽക്കണി എല്ലാം ഓപ്പൺ. അങ്ങനെ ആക്കിയിട്ട് പോയത്. കുറുമ്പൊന്നും കാണിച്ചിട്ടില്ല. നല്ല കുട്ടികളായിട്ടിരുന്ന് സൗണ്ടൊന്നും ഉണ്ടാക്കിയില്ല. ആരും കംപ്ലൈൻ്റ് ഒന്നും പറഞ്ഞില്ല. അവർ ഉറങ്ങുന്നുണ്ടായിരുന്നു ഞങ്ങൾ വരുന്നവരെ. ഫുഡൊക്കെ കൊടുത്തിട്ടാണ് പോയത്. അങ്ങനെ അപ്പോൾ ഡേ 6 ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. നമുക്കിത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം. എനിക്ക് തന്നെ അത്ഭുതമായിട്ടുണ്ട്. ഇങ്ങനെ വയ്യാണ്ടൊക്കെ ഇരുന്നിട്ട് ഞാൻ കുറച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നില്ലേ പറഞ്ഞിട്ട്. ഇപ്പോൾ ഇതും ഐ ഫീൽ ലൈക്ക് പ്രഷറൊന്നുമില്ല. ബട്ട് ഐ ഫീൽ ലൈക്ക് ദിസ് അനദർ ജോബ് ഐ എം ഡൂയിങ്. ലൈക്ക് എനിക്കിതൊരു വേറെ ജോലി പോലെ ഉണ്ട്. ഇതും എൻ്റെ പാർട്ട് ഓഫ് മൈ ലൈഫ് പോലെ ആയിട്ടുണ്ട്. ദിസ് ഇസ് വാട്ട് ഐ വോണ്ടഡ് ഓൾവേസ് ടു ഡു. എനിക്ക് യൂട്യൂബ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഇതെല്ലാം ഉണ്ടായിരുന്നു. സൗണ്ടൊക്കെ പോയിട്ടിരിക്കുക. കാരണം ഉറക്കം വരുന്നുണ്ടെന്ന് കുറച്ച് നന്നായിട്ട്. സോ താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് us. Thank you for watching. I love you all. See you tomorrow. Bye-bye.